ഹലോ ക്യൂട്ടീസ്, ഇന്ന് നമ്മളൊരു മാത്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ മോഡൽ പോലെ അല്ലെങ്കിൽ പ്രൊജക്റ്റ് പോലെ ചെയ്യുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാലോ, കൊച്ചു പിള്ളേർക്കൊക്കെ മാത്സിൻ്റെ ടേബിളൊക്കെ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടില്ല. അതിനുവേണ്ടി ഒരു ചെറിയ മെത്തേഡ്, ഒരു ട്രിക്കായിട്ട് നമുക്ക് ഡെയിലി പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പഠിപ്പിക്കാം. അതിനുവേണ്ടി ഒരു A4 സൈസ് ഷീറ്റ് എടുക്കുക. അതിൻ്റെ രണ്ട് സൈഡിൽ ഓരോ സ്ട്രിപ്പ് കൊടുക്കുക. ഞാൻ A4 സൈസ് എൻ്റെ ഡ്രോയിങ് ബുക്കിനകത്ത് എടുക്കുന്നത്, അതിന് കട്ടിയുള്ള പേപ്പറാണ്, അതുകൊണ്ടാണ്. അപ്പം ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ പണ്ടൊക്കെ ആണെങ്കിൽ മാത്സിൻ്റെ ടേബിൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ സാറ് ഒരു തരത്തിൽ നമ്മൾ അഡീഷൻ ടേബിൾ പഠിപ്പിച്ച് കഴിയുമ്പോൾ അടുത്ത പിറ്റേ ദിവസം തൊട്ട് ഗുണനപ്പട്ടിക പഠിക്കാൻ തുടങ്ങും അല്ലേ. അയ്യോ, ഒരെണ്ണെങ്കിലും 7ൻ്റെ പഠിച്ച് കഴിയുമ്പോൾ 8ൻ്റെ പഠിക്കണം, 8ൻ്റെ പഠിച്ച് കഴിയുമ്പോൾ തീർന്നെന്ന് ചോദിക്കുന്നത് 9ൻ്റെ പഠിക്കണം. അപ്പോൾ എന്നും വന്ന് ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കും, അയ്യോ എന്ന് തീരുന്നു. അങ്ങനെ ഒരു തരത്തിലും അഡീഷൻ ടേബിൾ പഠിച്ചു കഴിഞ്ഞ് സമാധാനിച്ചിരിക്കുമ്പോൾ അതുകൊണ്ട് കിടക്കുന്നു മൾട്ടിപ്ലിക്കേഷൻ ഗുണനപ്പട്ടിക തുടങ്ങുന്നത്. പണ്ട് ഇഞ്ചിവിടി എന്നാണോ പറയുന്നതെന്ന് തോന്നുന്നു, എനിക്ക് മറന്നുപോയി കേട്ടോ, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പം അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്ത്, ഇങ്ങനെ സ്ട്രിപ്പിനകത്ത് താഴോട്ട് 1 to 10 വരെ എഴുതി, മുകളിലോട്ടും 1 to 15, 16 നിങ്ങൾക്ക് എത്ര വരെ എഴുതാൻ പറ്റുമോ, ചെറുതാണെങ്കിൽ ചെറുതുണ്ടോ, 10 വരെ മതിയെങ്കിൽ 10 വരെ ഉള്ള ലെന്ത് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ എഴുതി കൊടുക്കുക. പിന്നെ കോളം വരയ്ക്കണം. ഞാൻ ആദ്യം കോളം വരച്ചില്ലായിരുന്നു, അങ്ങനെ കോളം വരയ്ക്കാതിപ്പോൾ തെറ്റിപ്പോയായിരുന്നു. എന്ന് വെച്ചാൽ എങ്കോണിച്ച് പോയി 11ൻ്റെ താഴെ 12ൻ്റെ ഒക്കെ വന്നു. അപ്പം അതുകൂടാതെ ഈ എഴുതുമ്പോഴത്തേനും മാക്സിമം നമുക്കൊരു ബ്ലാക്ക് പെൻ കൊണ്ട് എഴുതുവാണെങ്കിൽ ഇച്ചിരി വലുതായിട്ട് എഴുതുന്ന രീതിയിൽ ഉണ്ടാക്കാം. ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കുകയും നമ്മുടെ കൊച്ചു പിള്ളേർക്ക് പഠിക്കുകയും ചെയ്യും. അപ്പം ഞങ്ങൾക്കൊരു മാത്സ് സാറുണ്ടായിരുന്നേ. സാർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫ്രീ പീരീഡിലൊക്കെ വന്ന് ഈ ഗുണനപ്പട്ടിക ചോദിക്കും കേട്ടോ. അങ്ങനെ എല്ലാ പ്രാവശ്യമൊക്കെ ഒരു തരത്തിൽ ഞാൻ പഠിച്ച് വന്നപ്പം 8 മുമ്പും പഠിപ്പിച്ച സമയത്ത് പഠിച്ചില്ല. ഞാൻ അന്നത്തെ ദിവസം പഠിപ്പിച്ചില്ല, കാരണം അന്ന് എനിക്ക് പനി തുടങ്ങി. അപ്പോൾ 8ലെ പഠിപ്പിച്ചില്ല, 8ൻ്റെ പഠിപ്പിച്ചപ്പോഴും പഠിച്ചില്ല ഗുണനപ്പട്ടിക, 9ൻ്റെ പഠിച്ചപ്പോഴും പഠിപ്പിച്ചില്ല. അപ്പം ഞാനെന്ത് വിചാരിച്ചു, പിന്നെയല്ലേ പതുക്കെ പഠിച്ചത്. അന്നേരം വെള്ളിയാഴ്ചയായിരുന്നേ. അപ്പോൾ വെള്ളിയാഴ്ച ആയപ്പോഴത്തെ ഞാൻ വെച്ചോ ഇനിയിപ്പം പഠിപ്പിക്കത്തില്ല എന്ന് വെച്ചാൽ പനിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ആണ്ട് കിടക്കുന്നു. സാറ് ആദ്യം തന്നെ എന്നോടങ്ങ് ചോദിച്ചു. എനിക്കാണ് ഒരു കുന്ത്രാണ്ടോ ഓർമ്മയില്ല എൻ്റെ കർത്താവ്. ഞാൻ എങ്ങനെ ഓർക്കുന്നു വെച്ചുകൊണ്ട്, പണ്ടക്കാരൻ സാറുമാർ നല്ലോണം അടിക്കും കേട്ടോ, നല്ല ചൂരലൊക്കെ വെച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പം ഞാൻ എൻ്റെ ദൈവം സഹായിച്ച് 10ാം ക്ലാസ്സും 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടൊന്നും അടിയൊന്നും ഒരു സാറിൻ്റെ ഒരു ടീച്ചറിൻ്റെ നിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് സാർ അങ്ങോട്ട് കൈ നീട്ടിയിട്ട് എൻ്റെ 2 അടി അങ്ങോട്ട് കൊടുത്തു, ചൂരൽ കൊണ്ട് കൈക്കെടുത്തു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കരയാൻ തുടങ്ങി. എന്നാ ചൂരലിൻ്റെ വേദന കൊണ്ടല്ല കരഞ്ഞത്, മനപ്രയാസമോ വിഷമോ ഏതാണ്ടൊക്കെ എങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരി അടുത്തിരിക്കുന്ന സ്മിത ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, തോണ്ട ഇവൾ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ സാറ് പറഞ്ഞു, സാരമില്ല, ഒരു കുഴപ്പമില്ല, ആദ്യമായിട്ട് കെട്ടിയാൽ മധുരപ്പല്ലേ, ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ രുചിയൊക്കെ മാറുമ്പോഴത്തേന് മാറിക്കോളും. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഭയങ്കര കരച്ചില്ല. അയ്യോ എനിക്കിനി എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായി. അപ്പോൾ അമ്മ ചോദിച്ചു, എന്ത് പറഞ്ഞു, എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സാറ് ഇങ്ങനെ അടിച്ചു കാര്യം പറയുമ്പോൾ അമ്മ പറഞ്ഞു, പഠിക്കാതെ പോയതുകൊണ്ടല്ലേ, അപ്പം നീ പഠിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അന്നേരം ഡിസൈഡ് ചെയ്തില്ല, ഞാൻ ഈ പ്രാവശ്യം പഠിച്ചിട്ടേ ഉള്ളൂ, എങ്ങനെയെങ്കിലും 1-2 പ്രാവശ്യം 2-3 പ്രാവശ്യം 8, 9 എനിക്കറിയാം. പിറ്റേ ദിവസം വരുമ്പോൾ സാർ ആദ്യമായിട്ട് എന്നോട് തന്നെ ചോദിക്കും. അപ്പോൾ പഠിച്ചു. അത് കഴിഞ്ഞ് പപ്പ വന്നപ്പോൾ പപ്പായെ പറഞ്ഞു കേൾപ്പിക്കുന്നു. ഞങ്ങളുടെ അമ്മച്ചി ഉണ്ടായിരുന്നു, വെല്ലുമ്മച്ചിയെ പറഞ്ഞു. വെല്ലുമ്മച്ചിക്ക് അറിയില്ലെങ്കിൽ സാരമില്ല, പറഞ്ഞു കേൾപ്പിക്കല്ലോ പരിപാടി. അങ്ങനെ ആയിട്ട് എന്നെ ചെയ്യുന്നറിയും. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേന് സാർ എന്നോട് തന്നെ ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ ഇപ്പോൾ എൻ്റെ മോനെ പഠിപ്പിക്കുമ്പോഴേ ഞാൻ ഓർക്കാറുണ്ട്, അയ്യോ അതെങ്ങനെ എങ്ങനെ പഠിപ്പിച്ചെടുക്കും. അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഈസിയർ ഇതെന്നാന്നറിയാം, ഈ പാവം മറിച്ചിരിക്കുന്നത്. ഞാൻ ഇത് എഴുതി കഴിഞ്ഞപ്പോഴത്തേന് ഈ ഇവിടെ കൂളറിൻ്റെ വെള്ളം ഇതിനകത്ത് വീണ് നമ്മുടെ ബ്ലാക്ക് മാർക്കെല്ലാം എന്നാലോ പടർന്ന് 12, 13 എല്ലാം മിക്സായിപ്പോയി. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും ഞാൻ വരയ്ക്കേണ്ടി വന്നു. അതുകൊണ്ട് ആ ഭാഗം മറച്ച് വെച്ചാൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേണ്ടത് ഈ വലിയൊരു കാർഡ്ബോർഡ് പീസിൽ ഈ ചാർട്ട് പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക. അതായത് ആ ഒട്ടിച്ച ചാർട്ട് പേപ്പറിൻ്റെ 2-3 സെൻറ്റിമീറ്റർ 2 സൈഡിലും വിഡ്ത്തിലും ലെന്തിലും എക്സ്ട്രാ ആയിരിക്കണം. പിന്നെ വേണ്ട 2 വലിയ സ്ട്രിപ്പ് എടുക്കുക. അതായത് ഞാൻ ചാർട്ട് പേപ്പറിനെക്കാട്ട് വലിയ കാർഡ്ബോർഡ് 30 ലെന്ത് വിഡ്ത്തും 40 സെൻറ്റിമീറ്ററും എടുത്തതെങ്കിൽ ഇതും ഈ അതേ മെഷർമെൻറ്റിൽ വേണം എടുക്കാൻ. ഇത് 36x6 46x6 ഈ സ്ട്രിപ്പ് എടുത്ത് നടുക്ക് കണ്ടിച്ചെടുത്ത്, പിന്നെ 2 സൈഡിലും ഓരോ കാർഡ്ബോർഡിൻ്റെ ബോക്സ് ഈ സ്ട്രിപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു. അതായത് അത് തന്നെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി, അതായത് ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. ഇപ്പോൾ വിഡ്ത്ത് വൈസ് ഞാൻ അതിനെ ഹോൾഡ് ചെയ്യാൻ കാണിച്ചു തരാമേ. ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണം. മറ്റേ സൈഡിലും ലെന്ത് വൈസ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണം. പിന്നെ ഇച്ചിരി കുട്ടപ്പനാക്കാൻ വേണ്ടി കുറേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലെന്ത് വൈസും വിഡ്ത്തും ഇപ്പം നമുക്ക് ഏത് നമ്പറിൻ്റെ വേണമെന്ന് വെച്ചാൽ ആ നമ്പറിൻ്റെ അവിടോട്ടാണ് വെക്കുക. അതായത് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയാണ് 2 സൈഡിലും ഓരോ കാർഡ്ബോർഡ് പീസ് കട്ടിയുള്ളത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പം നമുക്ക് ഏത് ടേബിളാണ് വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇപ്പോൾ 11ൻ്റെ അവിടെ ഞാൻ വെച്ചിരിക്കുന്നത് 11 × 6 വേണ്ടെങ്കിൽ 6 66 വരുന്നുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാമേ. ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇതാണ് നമ്മുടെ ഈസി ആയിട്ടുള്ളൊരു മോഡലായിട്ട് യൂസ് ചെയ്യാമല്ലേ, പിള്ളേർക്ക് പഠിപ്പിക്കാൻ ഉപയോഗിച്ചാൽ കൊച്ചുമക്കളൊക്കെ ഉള്ളതല്ലേ. അപ്പം ഗുണനപ്പട്ടിക തുടങ്ങിയവർക്ക് ഇങ്ങനെ ചെയ്യേണ്ടത്. 11ൻ്റെ താഴെ 6 എന്നുള്ള ടച്ച് ചെയ്യുമ്പോൾ 11 × 6 66. ഇനി അടുത്ത ഞാൻ കാണിക്കാം. അടുത്ത ഒരു നമ്പർ മുകളിലോട്ടൊക്കെ അത് 11 × 4 എന്ന് വെച്ചോ. 11 മുകളിൽ ഇങ്ങപ്പുറത്തെ സൈഡിൽ 5 ആണെങ്കിൽ 5, അതാണെങ്കിൽ 55
വരും. അപ്പോൾ 4, 5 എങ്ങനെ ഇപ്പോൾ ഇത് ഈ 2 കളർ മാറ്റിയത് ഞാൻ പറഞ്ഞില്ലേ വടന്ന സ്ഥലം അത് വെച്ച് നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പോൾ 12ൻ്റെ ടേബിളൊക്കെയാണ് മിക്കവാറും എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പോൾ 12 ഇൻറ്റു ഇങ്ങേപ്പുറത്തെ സൈഡിൽ ലെന്ത് വൈസ് 3 ആണെങ്കിൽ ഇത് 36 വന്നുണ്ടോ, നടുക്കത്തെ കോളത്തിൽ 36 വന്നുണ്ടോ. അങ്ങനെ ഓരോ ടേബിളിൻ്റെയും ഓരോ നമ്പറിൻ്റെ മുകളിൽ നിന്ന് മാറ്റുന്നതനുസരിച്ച് താഴെ നമ്മുടെ ഏതാണ് അതിൻ്റെ വാല്യൂ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 12 ഇൻറ്റു 5, 12 ഇൻറ്റു 6, 12 ഇൻറ്റു 7, 84 അങ്ങനെ വന്നത്. ഇനി നമുക്ക് 13ൻ്റെ കാണിക്കാം. അപ്പോൾ 13ൻ്റെ അവിടെ നമ്മൾ നമ്പർ വെക്കുന്നു, അതിൻ്റെ മുകളിൽ 13 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ കണ്ടോ 91 വന്നുണ്ട്. അതുപോലെ ഇങ്ങനെ വെച്ച് വെക്കുന്നുണ്ട്. 13 ഇൻറ്റു 4 52. അപ്പം അങ്ങനെ ഇതേ മുകളിലും താഴെയും കാണിച്ചുകൊണ്ടോ അങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ടേബിൾ. ഇത് പിള്ളേർക്ക് ഈസി ആയിട്ട് പഠിക്കാനുള്ള മെത്തേഡാണ്. നമ്മളിത് നല്ല നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ്, ഞാനാണ് കാർഡ്ബോർഡ് പണ്ടത്തെ കേക്കിൻ്റെ ഏതാണ്ട് പഴയ കാർഡ്ബോർഡ് വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യൂട്ടൊക്കെ ആക്കാം. ഞാൻ ഇച്ചിരി ക്യൂട്ടൊന്നും ആക്കിയിട്ടില്ല. ആ മഞ്ഞായിട്ട് അടിച്ച ഭാഗം നമ്മുടെ പളർന്ന ഭാഗമാണേ കണ്ടോ. ഇതുണ്ട് 10 ഇൻറ്റു 3 30 ഉണ്ടോ. അങ്ങനെ 10 ടേബിൾ ഏത് ടേബിൾ വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇങ്ങനത്തെ മോഡലൊക്കെ ഉണ്ടാക്കി പിള്ളേർക്ക് വെച്ച് പിള്ളേർക്കൊരു ഫണ്ണായിട്ട് രീതിയായിരിക്കും, കാണുമ്പോഴത്തേനും ഒരു രസമായിരിക്കും കേട്ടോ. അങ്ങനെ ഓരോ ടേബിളും നമുക്ക് പഠിക്കാൻ പറ്റും. 10 വരെ ഉണ്ടെങ്കിൽ 10 വരെ മാത്രം ഉണ്ടാക്കിയാൽ മതി കൊച്ചു പിള്ളേർക്ക്. 10 കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും ടേബിൾ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, 11, 12 ഒക്കെ. അപ്പം ഒരു ഈസി ആയിട്ട് ഇരിക്കട്ടെ. ഒരു സയൻസിനൊക്കെ പണ്ട് പ്രൊജക്റ്റായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡലാണിത്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം, നിങ്ങൾ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഫുൾ വീഡിയോ കാണണം. നമ്മൾ മന്ത്ലി ഗീവ് ഇപ്പോഴും പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഗിഫ്റ്റൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്, മറക്കല്ലേ കേട്ടോ. ബൈ.